വെൽക്കം ടു ലിൻഡാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ്. പൊതുവേ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാറ്, പക്ഷേ ഇത്തവണ ഫാമിലി ഉണ്ട് കൂടെ. ഞങ്ങൾ പോയത് മെയ് എൻഡിലായിരുന്നു. അപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ കനത്ത് കഴിഞ്ഞാൽ യാത്ര കൊളാവും എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിൽ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, പല സൈസിൻ്റെ. ഇത് ഷിക്കാര ബോട്ടുകളാണ്. ഇവിടെ സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട് എന്നിങ്ങനെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒരു 1500 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. ഒരു 2 മണിക്കൂർ നേരം അവരൊന്ന് റൗണ്ട് അടിച്ച് കൊണ്ടുവരും. ഇത് ഷിക്കാര ബോട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഒരു 10 പേർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോവാം. ബെഡ് ഉണ്ട്, കസാര ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കംഫർട്ടായിട്ട് പോകാം. ഇതാ അവിടെ മറ്റൊരു ബോട്ട് പോകുന്നു, 2 നിലയാണ്. കുറേ തപ്പി അവസാനം ഞങ്ങളൊരു ബോട്ട് സെലക്ട് ചെയ്തു, ചെറിയൊരു ബോട്ട്. ഷിക്കാര ബോട്ടാണ്. ഇതാ അതിനുള്ളിൽ കയറി. അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു 5-6 കസാരയുണ്ട്, പിന്നെ ഒരു ബെഡ് ഉണ്ട്. ഇതാ നല്ലൊരു ബെഡ് ഉണ്ട്. അവിടെ റിലാക്സ് ചെയ്ത് കിടന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് ബെഡ് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ബാഗ് ഞാൻ അവിടെ ഇട്ടു. പിന്നെ ഫ്രണ്ടിലൊരു പോർഷനുണ്ട് വെള്ളത്തിലേക്ക് തള്ളി നിൽക്കുന്ന. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് വ്യൂ കാണാം. അപ്പം ഞാനവിടെ ഇരിപ്പായി. എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ വായു എൻ്റെ കൂടെ നമുക്ക് യാത്ര തുടരാം. അങ്ങ് ദൂരെ കുറേ ഹൗസ് ബോട്ടുകളും സംഭവങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മുന്നേ ബുക്ക് ചെയ്ത് വരാം. ഇത് നമ്മുടെ ബോട്ട് ഓടിപ്പിക്കുന്ന ചേട്ടനാണ്. ഈ ചേട്ടന് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവിടെ ദൂരെ ഒരു സ്പീഡ് ബോട്ടാണ് പോകുന്നത്. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ പോകുന്ന ചേട്ടൻ നമ്മുടെ അടുത്തേക്കും വന്നു. സ്പീഡ് ബോട്ടിൽ കയറുന്നുണ്ടോയെന്നാണ് ചേട്ടൻ ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ചേട്ടൻ വേഗം വണ്ടി വിട്ടു. ആ കാണുന്നതൊക്കെ റിസോർട്ടാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ താമസിക്കാനായിട്ട്, പല റേറ്റിൻ്റെ. ഹണിമൂൺ കപ്പിൾസിനും അതുപോലെ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ല റിസോർട്ടുകളാണ്. നല്ല വ്യൂ ആണ്. ഇവിടെ രാത്രി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ആ കായലിലേക്ക് നോക്കിയിരിക്കാൻ നല്ലൊരു ഇതാണ്. ഇതൊക്കെ ഹോം സ്റ്റേയും റിസോർട്ടും ഒക്കെയാണ്. മുന്നേ ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഇത് ലേക്ക് പാലസ് റിസോർട്ടാണ്. ഇതിൻ്റെ ഫോൺ നമ്പർ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ അതിൻ്റെ ഒരു ക്ലോസപ്പ് എടുക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ചാനൽ കൊച്ചു ചാനലാണ്. കുറച്ച് വ്യൂവേഴ്സ് ഉള്ളൂ. അറൗണ്ട് 810 വ്യൂവേഴ്സ് ഉള്ളൂ ഈ ചാനലിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഇല്ല. അപ്പം നമ്മുടെ ഹാർഡ് വർക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നില്ല. കാരണം അതിന് വ്യൂവേഴ്സ് ഇല്ല. ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിലല്ല നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് വരുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനും, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് കൊടുക്കാനും, വോയിസ് ഓവർ കൊടുക്കാനും ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് ടൈം നമ്മൾ യൂട്യൂബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ അപ്പോൾ അത് വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം എഫേർട്ട് എടുത്ത് ഒരുപാട് ഹൈ ലെവലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. ചുമ്മാ ഒരു രസത്തിന് ഇടുന്ന അത്രമാത്രം. ഇവിടെ റിസോർട്ടിലൊക്കെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്ക് ജീവിതം അല്പം ദുരിതകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മഴക്കാലവും അവരുടെ വീട്ടിൽ വെള്ളം കയറും. ചില വീടുകളൊക്കെ നല്ല പണിത വീടുകളുണ്ട്. പക്ഷേ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് വെള്ളം ഉണ്ട്. അവർ ഇപ്പോൾ ഈ 2 ചേച്ചിമാരിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് ഹോസ്പിറ്റലൊക്കെ രാത്രിയൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീടിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കായലാണ്. 2 സൈഡിലും വെള്ളമാണ്. പെട്ടെന്നൊരു ബസ്സൊന്നും വരില്ല, ഒരു ടാക്സി ഒന്നും വിളിച്ച് പോകാൻ പറ്റില്ല.
അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. നമുക്ക് റിസോർട്ടിൽ 2 ദിവസം താമസിക്കാൻ നല്ലൊരു സ്ഥലമാണ്, പക്ഷേ ജീവിക്കാനായിട്ട് ഡെയിലി ലൈഫിന് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ പറമ്പിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ മഴക്കാലം ഇവർക്ക് നല്ല ദുരിതം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുട്ടനാട് ആലപ്പുഴയിൽ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ കുട്ടനാടൊക്കെ. പക്ഷെ അവർ മഴക്കാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീടുകളും ഉണ്ട് ഇവിടെ. പിന്നെ ആ ദൂരത്ത് കാണുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ്. അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ KSRTC ബസ് സ്റ്റോപ്പ് പോലെ ഇവർക്കിത് ബോട്ട് ജെട്ടി. നമ്മുടെ ഷിക്കാര ബോട്ട് അല്പം ഒന്ന് ആടി ഒലയുന്നുണ്ട്. ആൾക്കാർ കൂടുതൽ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ആ ബോട്ട് പതുക്കെ അങ്ങോട്ടൊന്ന് ചെരിയും. അതായത് അപ്പം നമ്മൾ ആൾക്കാരെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. കാരണം ബോട്ട് കൂടുതൽ ആൾക്കാർ ഒരു സൈഡിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ബോട്ട് അങ്ങോട്ടൊന്ന് ചെരിയും. അപ്പോൾ ഷിക്കാര ബോട്ട് അങ്ങനെയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ. അപ്പോൾ ആ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ. പക്ഷെ ഹൗസ് ബോട്ട് അങ്ങനെയല്ല, മഴ പെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ലേക്ക് പാലസ് റിസോർട്ടിൻ്റെ ഫോൺ നമ്പറാണ്. ആരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മുമ്പേ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു കൗതുക കാഴ്ചയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് മറ്റൊന്നുമല്ല, ഇവനാണ്, ഒരു ഈഗിളാണ്. പുള്ളിക്കാരൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇരുത്തിയേക്കാണ്. പുള്ളിക്കാരൻ ക്യാമറയ്ക്ക് നന്നായി പോസ് ചെയ്ത് തന്നു. ഈ ഈഗിളിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കൈമ വെക്കാം. ഈ ഈഗിളിനെ പറന്നു പോവില്ല, നമ്മൾ ഉപദ്രവിക്കില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൈമ വെച്ചു ഈഗിള്. നല്ല പോസ് ചെയ്യും ഈഗിള്. ഇങ്ങോട്ട് മുഖത്തേക്ക് നമ്മുടെ ഫേസിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഈഗിളിന് ഇത് ശീലമായി. ഇവിടെ വരുന്ന ടൂറിസ്റ്റൊക്കെ അവനെ തോളത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. എന്നോട് ചോദിച്ചു എൻ്റെ കൈമ ഈഗിളിനെ വെക്കണമെന്ന്. പക്ഷെ എനിക്ക് അല്പം പേടിയായതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഈഗിളൊക്കെ കണ്ട് വീണ്ടും ബോട്ടിൽ കയറി യാത്ര തുടർന്നു. ഞാൻ എൻ്റെ സ്ഥിരം സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ ബോട്ടിൽ പോകുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് ഹായൊക്കെ തന്നു. പിന്നെ ഇത് ചാച്ചാ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളും വരണം ആലപ്പുഴയിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.